കെ മുരളീധരന് ഒളിയമ്പുമായി കെ.സി. വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. തന്നെ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം തോൽക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ അർഹമായ പദവിയോ പരിഗണനയോ നൽകി പാർട്ടി തന്നെ സേഫ് ആക്കി വെച്ചേക്കണം എന്നുള്ളൊരു നിബന്ധന കൂടി മുന്നോട്ട് വെച്ചാണ് വട്ടിയൂർക്കാവ് മത്സരിക്കാമെന്ന് അദ്ദേഹം സമ്മതം മൂളിയിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി അതിനൊരു മറുപടിയുമായി കെ.സി. വേണുഗോപാൽ വന്നിരിക്കുകയാണ്. പരാജയപ്പെട്ടാൽ തീർച്ചയായും അങ്ങനെ ഒരു പരിഗണനയോ പദവിയോ ആർക്കും പ്രത്യേകമായി നൽകുകയില്ല. മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കണം, അതാണ് ആവശ്യം എന്നുള്ളത്. ഒരർത്ഥത്തിൽ കെ.സി. വേണുഗോപാലിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിൽ പിന്നീട് ഒരു പരിഗണന വേണമെന്നൊക്കെ പറയുന്നത് ബാലിശമായ ഒരു കാര്യമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഇപ്പോൾ കെ മുരളീധരന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന സീറ്റാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവ് മത്സരിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അദ്ദേഹത്തിന് അവിടെ കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു ആ നിലപാട്. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ വീണ്ടും ഒരു പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അതിനർത്ഥം എങ്ങനെയും വിജയസാധ്യത ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പോലും അവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മേയറായ നമ്മുടെ വി രാജേഷ് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു 10 സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ 10 സീറ്റോ ബാക്കിയോ ഇത്തവണ ഞങ്ങൾ കേരളം പിടിക്കാൻ പോകുന്ന ഞങ്ങളോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നടക്കില്ല എന്ന് എനിക്കും അദ്ദേഹത്തിനും പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പോലും പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് ബേസിക് ആയിട്ട് എല്ലാ നേതാക്കൾക്കും ഉണ്ടാകണമെന്ന് കെ.സി. വേണുഗോപാൽ ആഗ്രഹിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അപ്പോ പരാജയപ്പെട്ടാൽ എന്നൊരു ചോദ്യം അവിടെ വയ്ക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടാൽ പോലും പിന്നീട് ഒരു പദവിയോ ഒരു എന്തെങ്കിലും കൊടുക്കുമായിരിക്കാം, പക്ഷെ ആ ഒരു പ്രവർത്തനം കൃത്യമായി കാഴ്ചവെക്കുക. അതെ, ഇപ്പോഴേ അങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയാണെങ്കിൽ എല്ലാ നേതാക്കന്മാർക്കും അതൊക്കെ പറഞ്ഞാൽ പോരെ. തോൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് പറഞ്ഞാൽ വിജയസാധ്യത ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി കെ.സി. വേണുഗോപാലിന് അറിയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മുരളീധരന്റെ കാര്യം. അദ്ദേഹം പലപ്പോഴായി പറയുന്ന ഒരു കാര്യമാണ് പാർട്ടി തന്നെ ബലിയാടാക്കുകയാണ് എന്നുള്ളത്. വിജയസാധ്യത ഇല്ലാത്ത ഇടങ്ങളിൽ കൊണ്ടുപോയി തന്നെ നിർത്തിക്കൊണ്ട് പാർട്ടി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിലാകുമ്പോൾ കെ മുരളീധരനെ പോലെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പാർട്ടിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ പറയുന്ന വട്ടിയൂർക്കാവ് ആണെങ്കിൽ പോലും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ കോൺഫിഡൻസ് ആണ് മുരളീധരനെ അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കാരണം 2011-ലും 2016-ലും ഒക്കെ തന്നെയും അദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ സാധിച്ച ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026-ലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ പ്രകടനം തന്നെ അദ്ദേഹം പരിശ്രമിച്ചാൽ വിജയിക്കാൻ സാധിക്കും. അതോടൊപ്പം പാർട്ടി കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന കെ.സി. വേണുഗോപാലിന്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കന്മാരും ഇതുപോലെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ ഈ പറയുന്ന പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സീറ്റ് ലഭിക്കാതെ ആയാൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന വഴക്കുകൾ, ഇതിനെല്ലാത്തിനും മുൻകൂട്ടി ഒരു തടയിട്ടതാണ് കെ.സി. എന്ന് പറഞ്ഞ് നമുക്ക് തള്ളികളാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം അവരെല്ലാം അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമാണ്. അവരെല്ലാം എടുക്കുന്ന നിലപാടുകൾ വളരെ കൃത്യവും വ്യക്തവുമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ബാഹ്യമായ സമ്മർദ്ദങ്ങളൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ വിജയസാധ്യത എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ക്രൈറ്റീരിയ. അത് വെച്ചാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. പ്രവർത്തനങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കെ.സി. പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മാധ്യമങ്ങളിലൂടെ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പരിഗണിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു നമുക്കിത് പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് പോലും ഒരു കൃത്യമായ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ടെന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ ഒരു വലിയ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2011-ലും 2016-ലും കെ മുരളീധരൻ വിജയിച്ച മണ്ഡലമാണ്. ഒരു വർഷം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അടുത്ത തവണ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം, വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ചും വിജയസാധ്യത കൂടുതലാണ്. അപ്പോഴും അദ്ദേഹം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടാൽ എന്നൊരു ചോദ്യം അവിടെ വയ്ക്കുന്നത് എന്നുള്ളതാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ.സി. ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കെ മുരളീധരനെ ഉദ്ദേശിച്ച് മാത്രമല്ല പറയുന്നത്. ഒരുപാട് ഈ പറയുന്ന പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ താൻ അർഹിക്കുന്ന സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യത്തിനും പലരും സീറ്റുകൾ ആഗ്രഹിക്കുന്ന എല്ലായിടത്തും തന്നെ അവരെ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഓരോ മണ്ഡലം എടുത്തു നോക്കിയാലും ഒന്നിലധികം നേതാക്കന്മാരെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഒരു ആൾബലം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ടേ മത്സരിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരാളെ പാർട്ടി തീരുമാനിക്കുമ്പോൾ അവരവിടെ മത്സരിച്ചിരിക്കണം എന്നുള്ളതാണ് തീരുമാനം. അതിനപ്പുറം ഞാൻ തോൽക്കുകയാണെങ്കിൽ എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. തോൽവി എന്നൊരു വാക്ക് ഇത്തവണ കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നേതാക്കന്മാരും. ആ സമയത്ത് കെ മുരളീധരൻ വന്നുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് വന്ന് പരാജയപ്പെട്ടാലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച്
പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വിമുഖത പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് തന്നെയാണ് KCയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരമുള്ള ഒരു പിണക്കങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പേര് വരാൻ കാരണമാകുന്നവർക്കൊന്നും കൃത്യമായ പരിഗണന പാർട്ടി നൽകില്ല എന്ന് പറയുമ്പോൾ ഓരോ തവണയും വഴക്കിലൂടെയും മറ്റു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇത്തവണ നല്ല കുട്ടികളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും വഴക്കിനോ ബഹളത്തിനോ ഒന്നിനും വരുന്നില്ല. അതൃപ്തി ഉണ്ടെങ്കിലും മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് പാർട്ടിക്കൊപ്പം പൂർണ്ണമായ പിന്തുണയോടുകൂടി പുറമെ നോക്കുന്ന ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വഴക്കോ ബഹളമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഇത്രയും വർഷം നമ്മൾ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും പാർട്ടിക്കകത്ത് സ്ഥാനം നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ, ആഗ്രഹിച്ച സീറ്റ് നൽകിയില്ലെങ്കിൽ, ആഗ്രഹിച്ച നമ്പർ ഓഫ് സീറ്റുകൾ നൽകിയില്ലെങ്കിലൊക്കെ തന്നെയും ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, മുന്നണിയുമായി ബന്ധപ്പെട്ട്. അതല്ലാതെ വ്യക്തികൾ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ ഇതൊന്നുമില്ല. നമ്മൾ കണ്ടിരുന്നു ജോസഫ് വിഭാഗത്തിനാണെങ്കിൽ പോലും 8 സീറ്റുകൾ നൽകുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ അത് മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. മുസ്ലിം ലീഗിന് 15 സീറ്റ് നൽകിയാലും അതിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം, 20 വേണമെന്ന് വാശി പിടിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ UDF മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ CPM-ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മത്സരിക്കാൻ ആളില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ, കോൺഗ്രസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, മത്സരിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ KC പറയുന്ന ഒരു കാര്യമുണ്ട്, മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരുപാട് പേര് ഇതിലുണ്ടാകും. അർഹത ഉണ്ടായിട്ടും മാറ്റി നിർത്തേണ്ട പലരും ഉണ്ടാകും. അവർക്കായിരിക്കും ഈ പറയുന്ന ബോർഡ് പദവികൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ K മുരളീധരൻ ആവശ്യപ്പെടുന്നത് പോലെ പരാജയപ്പെട്ടാൽ അവരല്ല ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പോകുന്നത്, അർഹതയുണ്ടായിട്ടും മത്സരിക്കാൻ സാധിക്കാത്തവർക്കായിരിക്കും. അപ്പോൾ ഈ അർഹതയുണ്ടായിട്ടും എന്തുകൊണ്ട് മത്സരിക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. അത് ഇപ്പൊ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ വിജയസാധ്യതയുള്ളത് ആർക്കാണോ അയാൾ തന്നെയായിരിക്കും മത്സരിക്കുക. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ VD സതീശനോ സണ്ണി ജോസഫോ KC വേണുഗോപാലോ ആര് തന്നെ ആയാലും അവരെക്കാൾ വിജയസാധ്യത ഒരാൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ അവരായിരിക്കും മത്സരിക്കുക. അതെ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഈ മുഖം നോക്കാതെ സ്ഥാനാർത്ഥിത്വ നിർണ്ണയം, അതാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഇത്തവണത്തെ നിലപാടെന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്നത് പോലെ തന്നെ VS-ന് അത്രത്തോളം പ്രിയപ്പെട്ട സുരേഷ് കുമാറിനെ ആണെങ്കിലും അതുപോലെ തന്നെ പ്രേംകുമാറിനെ, CPM-ൽ നിന്ന് വഴക്കിട്ട് പിണങ്ങി പോന്നിരിക്കുന്ന പ്രേംകുമാറിനൊക്കെ തന്നെയും പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നൽകിയാൽ അവർക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, അവരുടെ തന്നെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റ് മോഹിച്ചിരുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുണ്ടാകും. മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന നേതാക്കൾ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ മുരളീധരൻ സൂചിപ്പിച്ചതുപോലെയുള്ള പദവികൾ നൽകാൻ അർഹതപ്പെട്ടവർ അവരായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മണ്ഡലങ്ങളിലും ഒന്നിലധികം നേതാക്കന്മാരുണ്ട് മത്സരിച്ചാൽ വിജയ സാധ്യത ഉറപ്പുള്ളത്. പക്ഷെ എല്ലാവരെയും മത്സരിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാളെ കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുത്തുകൊണ്ട് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവരൊക്കെ ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു, ആ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി, അവർക്ക് കൃത്യമായ റെക്കമെൻഡേഷൻ നൽകാൻ സാധിച്ചില്ലെങ്കിൽ അത് പാർട്ടിയുടെ പരാജയമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുരളീധരൻ സൂചിപ്പിച്ച പരിഗണനയും പദവിയും നൽകി പാർട്ടി സ്വീകരിക്കുക എന്നുള്ളത്. നമ്മളിതിനു മുൻപ് പലപ്പോഴായി ചർച്ചകളിൽ പറഞ്ഞിരുന്നു മുരളീധരൻ മത്സരിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളത്. കാരണം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പരിഗണന ഉണ്ടാകില്ലാത്തത് കൊണ്ട് തന്നെ മത്സരിക്കാൻ ഒരു വിമുഖത കാണിക്കുമെന്നുള്ളത് അതിവിടെ കൃത്യമായി വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാർട്ടി മുരളീധരനെ തള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സഹോദരി BJP-യിലേക്ക് പോയിട്ട് പോലും പാരമ്പര്യത്തോട് അച്ഛനെ പോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് മുരളീധരൻ. അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കലും വട്ടിയൂർക്കാവ് എന്നല്ല കേരളത്തിൽ ഒരു മണ്ഡലത്തിലും അദ്ദേഹത്തെ നിർത്തിക്കഴിഞ്ഞാൽ ആരും തള്ളിക്കളയില്ല, ജനങ്ങളും അദ്ദേഹത്തെ പൂർണ്ണമായും സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനി വട്ടിയൂർക്കാവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാലും UDF-ന് ഒരു മുൻതൂക്കം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയപ്പെട്ടാൽ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി UDF ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ്.